ഈ NGO യൂണിയൻ എന്ന് പറയുന്ന സർവീസ് സംഘടന, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നെ സസ്പെൻഡ് ചെയ്തിട്ട് 4.5 മാസം ആയി. 4.5 മാസം ഇത് NGO യൂണിയൻ എന്ന സർവീസ് സംഘടന എന്ന് പറയാൻ കാരണം NGO യൂണിയൻ മാത്രമാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്. ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ് ഞാൻ. ഭർത്താക്കന്മാരില്ലാത്തവരെയും ദ്രോഹിക്കുന്നുണ്ട്. ഇവർ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഭർത്താക്കന്മാരില്ലാത്തവർ, വിധവകൾ, ഇതിനു മുമ്പും ഞാൻ വർക്ക് ചെയ്ത ഓഫീസിൽ വിദ്രോഹം കണ്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരില്ലാത്തവരെ ദ്രോഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് തുറന്നു പറയുന്നത്. എനിക്ക് ഭർത്താവില്ലാതായിട്ട് 18 വർഷമായി. ഭർത്താവിൻ്റെ സഹായമില്ലായിട്ട് 1 രൂപ പോലും വരുമാനമില്ല. എനിക്ക് കിട്ടുന്നത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് PSC പരീക്ഷ എഴുതി വാങ്ങിയിട്ട് കിട്ടുന്ന സാലറി മാത്രമേ ഉള്ളൂ. അച്ഛനില്ല, അമ്മയില്ല, ഭർത്താവ് നോക്കുന്നില്ല. 2 പിള്ളേർ വേറെ ജില്ലയിൽ പഠിക്കുകയാണ്. അതിനുള്ള സാമ്പത്തിക ചെലവ് വേറെയുണ്ട്. അവർ കൊച്ചു പിള്ളേരായിരുന്ന സമയത്താണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിൽ ജോലി നോക്കിയിരുന്നത്. അന്നും ആ കുട്ടികൾ കഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ ഒരു നിലമ്പൂർ താലൂക്കിൽ ഉള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ബന്ധുക്കൾ മുഴുക്കെ നിലമ്പൂർ താലൂക്കിലാണ്. എൻ്റെ സഹോദരങ്ങൾ മുഴുക്കെ നിലമ്പൂർ താലൂക്കിലാണ്. എൻ്റെ ഇവിടെയുള്ള എല്ലാ ബന്ധുക്കളും, എൻ്റെ നാട്ടിലുള്ള എല്ലാ ബന്ധുക്കളും എനിക്ക് മാത്രമേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും നിലമ്പൂർ മുനിസിപ്പാലിറ്റി, നിലമ്പൂർ താലൂക്കിൽ കഴിയുന്നവരാണ് എൻ്റെ ചോരകളെല്ലാം. അവിടെ എന്ന് വെച്ചാൽ നിലമ്പൂർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇലക്ഷനായിട്ട് കൂടി ഈ ഒരു പരിഗണന പോലും എൻ്റെ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രിയാണ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറാണ് എൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ എൻ്റെ കാര്യങ്ങൾ എന്നുള്ള എനിക്കുണ്ട്. ഞാനൊന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇലക്ഷന് മുമ്പ് എന്തെങ്കിലും തീരുമാനം എൻ്റെ കാര്യത്തിൽ എടുക്കും എന്നുള്ളത്. ഇപ്പം ഇത്രയും ഒന്നുകിൽ മുഖ്യമന്ത്രിയെ അറിയിക്കാതെ, അല്ലെങ്കിൽ ഫയൽ പൂഴ്ത്തി വെക്കുന്ന ഉദ്യോഗസ്ഥരാണല്ലോ NGO യൂണിയൻ്റെ ഉദ്യോഗസ്ഥരെ, കാര്യങ്ങൾ അറിയിക്കുന്നില്ല. അവർ നമ്മൾ കൊടുക്കുന്ന പരാതികൾ അത് വേറെ അവരുടെ NGO യൂണിയൻ്റെ സംഘടനയിലെ ഒരു തലപ്പത്തുള്ള ആൾക്ക് കൊടുക്കുന്നു. അങ്ങനെ ഫയലുകൾ നീങ്ങുന്ന വിധമൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. സെക്രട്ടറിയിൽ 5 വർഷമായിരുന്നു ജോലി നോക്കിയ ആളാണ് ഞാൻ. അപ്പം ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതേപോലെ സർവീസ് സംഘടനകൾ ദ്രോഹിക്കുന്ന എന്നെപ്പോലുള്ള ഒറ്റപ്പെട്ട സ്ത്രീകളുണ്ടാവും. അവരൊന്നും പുറത്തോട്ട് വരുന്നില്ല പേടിച്ചിട്ട്. പറഞ്ഞാൽ അവർക്ക് സാലറി തടയുക, ഇൻക്രിമെൻ്റ് തടയുക, സസ്പെൻഡ് ചെയ്യുക. പിന്നെ ഒരു ബേസിക് സാലറി തന്നെ വർഷങ്ങളോളം ഞാൻ ബേസിക് സാലറിയിൽ 3 വർഷമായി തുടരുന്നു. എനിക്ക് ഉപജീവനവത്ത ശരിയായ വിധത്തിൽ ലഭിക്കുന്നില്ല. നോൺ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന കുറേ പേരുണ്ട്. NGO യൂണിയൻ പീഡിപ്പിക്കപ്പെടുന്ന കുറേ പേരുണ്ട്. ഈ പവിത്രനെ പോലുള്ളവർക്കൊക്കെ ഇത്തരം സ്ത്രീകളെ ആക്രമിക്കാനേ കഴിയുള്ളൂ. അല്ലാതെ ഞങ്ങളൊക്കെ അന്തസ്സായിട്ട് ഭർത്താവിൻ്റെ പിന്നെ സാമീപ്യം പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തുന്ന നിലമ്പൂർ ഏരിയയിലുള്ള ഒരു താലൂക്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് ഞാൻ. എന്നെയാണ് പിടിച്ച് 4.5 മാസമായിട്ട് ഉപജീവനവത്ത പോലും ശരിയായ വിധത്തിൽ തരാതെ അവർക്ക് തോന്നുന്ന ഈ DDOയ്ക്ക് തോന്നുന്ന പണം എടുത്ത് ഒരു ദക്ഷിണ പോലെ എനിക്ക് ഉപജീവനവത്ത തരുന്നത്. എൻ്റെ സാലറിയിൽ നിന്ന് പലതരത്തിൽ കട്ടിങ്ങൾ നടത്തുന്നുണ്ട്. അത് സ്പാർക്കിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വലിയ ലോണുകൾ എടുത്ത് കൂട്ടിയിട്ടുള്ള ആളല്ല. എനിക്കറിയാം യൂണിയൻ ഇങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിന് ശേഷം എനിക്ക് ഇവരുടെ ഒരു മെമ്പർഷിപ്പും ഇല്ല. പക്ഷേ ഞാൻ രാഷ്ട്രീയമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ്. ഞാൻ കാണേണ്ടവരൊക്കെ അതിനെ കണ്ടിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ്, നമുക്ക് അവിടെ ചെന്ന് പറഞ്ഞൂടെ, ഇവിടെ ചെന്ന് പറഞ്ഞൂടെ എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജയിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരാളോട് പറയാം, എല്ലാവരും ശക്തന്മാരാണ്, എല്ലാവരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണ് എന്നൊക്കെയാണല്ലോ. എനിക്ക് വേണ്ടി ട്രാൻസ്ഫറിന് വരെ ശ്രമിച്ച രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. എനിക്ക് അവരോടൊക്കെ നന്ദിയുള്ളൂ. പക്ഷേ പിന്നെ സർവീസ് സംഘടന വളരെ ഗുരുതരമായി ദ്രോഹിക്കുന്നു. ഈ സർവീസ് സംഘടന പോലെ തന്നെ എടുത്തു പറയപ്പെട്ട ഒന്നാണ് നിലമ്പൂർ ഏരിയയിലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ ഫയൽ തിരുത്തിയ ആൾ. എൻ്റെ പോഷ് ആക്ട് പ്രകാരമുള്ള പരാതി വനിതാ ശിശു വികസന വകുപ്പിൽ നിന്നും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊടുത്തത്. അന്നിരുന്ന അതേ CI തന്നെയാണ് സ്റ്റേഷൻ SHO ആണ് ഇപ്പോൾ നിലമ്പൂർ സ്റ്റേഷൻ SHO ആയിട്ട് വന്നിട്ടുള്ളത്. ഞങ്ങളെയൊക്കെ എന്നെ അടക്കി നിയന്ത്രിക്കുന്നത്. ഇതിന് ശേഷം എനിക്ക് ഒരു പരാതി വന്നിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തുള്ള. കാരണം ഞാൻ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയാകുമ്പോൾ പലരും ആക്രമിക്കും. എൻ്റെ ഒരു
തൊട്ടടുത്തുള്ള വഴി കൂടെ നടക്കരുത് എന്ന് പറഞ്ഞ് കോടതിയൊക്കെ ഇടപെട്ട വഴിയാണ്. ഒരു സ്ത്രീയും കുറച്ച് ഗുണ്ടകളും കൂടി വന്നിട്ട് LDF ഭരിക്കുന്ന പഞ്ചായത്തിലാണ്, CPM ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. മെമ്പർ വരെ എന്നോട് വഴക്കിന് വന്നിട്ടുണ്ട്. മെമ്പറെ ഞാനിവിടെ കയറ്റാറില്ല, എനിക്ക് യാതൊരു പേടിയില്ല, മെമ്പർ തന്ന പണം കൊണ്ടല്ല ഞാൻ കഴിയുന്നത്. അപ്പോൾ എന്നോട് വഴക്കിന് വന്നപ്പോൾ എന്നെ കായികമായി ആക്രമിക്കും എന്ന് പേടിച്ച് ഞാൻ കുട്ടികൾക്ക് വിവരം കൊടുത്തിട്ട് പോലീസിന് പരാതി കൊണ്ട് കൊടുത്തു. രാത്രിയാണ് പരാതി കൊണ്ട് കൊടുത്തത്, 9 മണി സമയത്ത്. 24/3/2025 ഒരു പരാതി കൊണ്ട് കൊടുത്തു. ഇന്ന് വരെ എനിക്ക് അതിൻ്റെ അന്ന് റെസിപ്റ്റ് തന്നില്ല. പിറ്റേന്ന് ഞാൻ പോയി റെസിപ്റ്റ് വാങ്ങി. ഇന്ന് വരെ സ്റ്റേഷൻ SHO ആയ സുനിൽ പുളിക്കൽ എന്ന ഇദ്ദേഹം എന്നെ വിളിച്ചിട്ടില്ല. ഇതേ സുനിൽ പുളിക്കൽ തന്നെയാണ് എൻ്റെ ഫയൽ, വനിതാ ശിശു വികസന വകുപ്പിലെ ഫയൽ വികൃതമാക്കിയത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നും നടന്നിട്ടില്ല പോലും. ഇപ്പോൾ പോഷ് ആക്ട് പ്രകാരം ഒരു പരാതി ICCയിൽ ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി കൊടുത്ത പ്രകാരമാണ് ഞാനിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത്. പരാതി കൊടുത്ത സ്ത്രീകളൊക്കെ ഇങ്ങനെ പീഡനം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. പരാതി കൊടുക്കാതിരുന്നാൽ അവർക്ക് നല്ല ഇതായി. ചർച്ചയ്ക്കൊക്കെ വിളിച്ചു, ഞാൻ കോടതിയിൽ പോയതിന് ശേഷമാണ്. പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് നിലമ്പൂർ ഏരിയയിലുണ്ട്. ഞാൻ അറിയുന്ന നാടാണ്. ഞാൻ 10 വയസ്സ് മുതൽ നിലമ്പൂർ ആയിരുന്നു എൻ്റെ പഠനം. എൻ്റെ UP സ്കൂൾ കാലഘട്ടം മുതൽ ഞാൻ നിലമ്പൂരാണ് പഠിച്ചത്. നിലമ്പൂരാണ് എൻ്റെ ടൗണ്, നിലമ്പൂരാണ് എന്താവശ്യത്തിനും പോകുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഞാൻ അറിയുന്ന സ്ത്രീകൾ ഒറ്റപ്പെട്ട് കഴിയുന്നവർ, വിധവകൾ, വിവാഹമോചിതർ, ജീവിതം തള്ളി നീക്കാൻ ഓരോ ദിവസവും പ്രയാസപ്പെടുന്നവർ, ഇവരുടെ എല്ലാവരും അടങ്ങിയ ഒരു ഏരിയയാണ് നിലമ്പൂർ. മലയോര ഏരിയ, കഷ്ടപ്പെടുന്നവർ, PSC കയറുന്ന മുഴുക്ക പേര് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഏരിയയിൽ നിന്നാണ് ഒന്നായിട്ട് PSC അഡ്വൈസ് പോകുന്നത്. അതിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഞാനും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് സർവീസിൽ കയറിയ ആളാണ്. അല്ലാതെ രാഷ്ട്രീയക്കാർ അഡ്വൈസ് അയച്ചിട്ടോ ഒന്നും കയറിയ ആളല്ല. കഷ്ടപ്പെട്ട് പഠിച്ച് 2 ലക്ഷം പേരോടാണ് മത്സരിച്ച് ഞാൻ പരീക്ഷ എഴുതി ജോലി കയറി. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തായിരുന്നു. അവിടെ നിന്നും ട്രാൻസ്ഫർ വാങ്ങി ഇവിടെ വന്നത് കോടതി വഴി. ഒരു രാഷ്ട്രീയക്കാരും എന്നെ സംരക്ഷിച്ചിട്ടില്ല. അങ്ങനെ അന്ന് ഈ CPM ഭരണമായിരുന്നു. അവർ എനിക്ക് സഹായം തന്നിട്ടില്ല. ഞാൻ വക്കീലിന് പണം മുടക്കി കൊടുത്തിട്ടാണ് അവർ തരില്ല എന്ന് പറഞ്ഞു, ട്രാൻസ്ഫർ തരില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക ചെയ്തത്. ഇതേപോലെ സർവീസ് രംഗത്ത്